Hi, so we were discussing about the chapter data handling അല്ലേ. അപ്പോൾ ഡാറ്റ ഹാൻഡ്ലിങ്ങിൽ നമ്മൾ ഗ്രാഫ്സിനെ പറ്റിയിട്ടായിരുന്നു പഠിച്ചത്. ഡാറ്റ ഹാൻഡ്ലിങ് ആസ് എ മെൻഷൻ ദിസ് ഈസ് ഗോയിങ് ടു ബി സച്ച് എ സിമ്പിൾ ചാപ്റ്റർ, സച്ച് ആൻ ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ. ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റിയിട്ടുള്ളൊരു പഠനമാണ്, ഗ്രാഫ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഞാൻ എൻ്റെ ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞു തന്നിരുന്നു അല്ലേ. നമ്മളൊരു കുട്ടി സ്കോർ ചെയ്ത മാർക്കിനെ വെച്ചിട്ട് നമ്മൾ പിന്നെ ലൈൻ ഗ്രാഫും ബാർ ഗ്രാഫും കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ നമുക്കറിയാം കുറച്ചും കൂടെ കാര്യങ്ങളെ വ്യക്തമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കൃത്യമായി ഉപയോഗിക്കാൻ പറ്റുന്നൊരു സോഴ്സാണ് ഗ്രാഫ് എന്നൊക്കെ പറഞ്ഞു. അത്തരം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇനി ആ ഒരു സെഷനിൽ, അതായത് ഗ്രാഫ് എന്ന് പറയുന്ന ഒരു സെഷനിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡബിൾ ബാർ ഗ്രാഫാണ്. ഓക്കെ, അതായത് എപ്പോഴാണ് ഡബിൾ ബാർ ഗ്രാഫ് ഉപയോഗപ്രദമാകുക, ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ ഡബിൾ ബാർ ഗ്രാഫ് വരയ്ക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു കോൺസെപ്റ്റ്. അത് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. ഒരു പർട്ടിക്കുലർ ഡാറ്റയിൽ രണ്ട് രീതിയിലുള്ള ഇൻഫർമേഷൻസ് വരുമ്പോഴാണ് നമ്മൾ ഡബിൾ ബാർ ഗ്രാഫ് വരയ്ക്കുക. ഓക്കെ, അത് ഞാനിപ്പം എക്സാമ്പിൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് അതിന് ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പൈ ചാർട്ട്, സർക്കിൾ ഗ്രാഫ്, പൈ ചാർട്ട്. അത് പഠിക്കണം. ആൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ന്യൂ കോൺസെപ്റ്റ് ഫോർ യു. ഓക്കെ, അത് നമ്മൾ പഠിക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ ചാൻസ് ആൻഡ് പ്രോബബിലിറ്റിയും കൂടെ ടച്ച് ചെയ്ത് I'm trying to say that this video is going to be little lengthy one. ഇത് മൊത്തം കാണുന്നതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യും. ഓക്കെ, ഈ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ഇൻക്ലൂഡ് ചെയ്യും, അതുപോലെ തന്നെ നിങ്ങളുടെ ഹോംവർക്ക് ഇൻക്ലൂഡ് ചെയ്യും. സോ ആസ് ഐ മെൻഷൻ, ദിസ് വീഡിയോ ഇസ് ഗോയിങ് ടു ബി ലിറ്റിൽ ഷോർട്ട്, ലിറ്റിൽ ലെങ്തി വൺ. ഓക്കെ, സോ സ്റ്റേ വിത്ത് മീ. ഷാൽ വി മൂവ് ടു ദ വീഡിയോ? അതിനോടൊപ്പം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് നമ്മൾ ഇതിപ്പം എന്തായാലും ഒരു റിയൽ ക്ലാസ് റൂം പോലെ ആയിരിക്കും ഈ വീഡിയോ പോകുന്നത്. നിങ്ങൾ ക്ലാസ് റൂമിൽ എക്സ്പ്ലെയിൻ തരുന്ന പോലെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ദാറ്റ് മീൻസ് ഐ എം നോട്ട് ഗോയിങ് ടു റിപ്പീറ്റ് ദ സെയിം സെഷൻ again. I will not repeat that, okay, because you will get a real classroom experience. So I will not repeat the same session afterwards. അതുകൊണ്ട് വീഡിയോ നന്നായിട്ട് കണ്ടിട്ട് തന്നെ വീഡിയോയ്ക്ക് അനുസരിച്ച് നോട്ട് എഴുതുക. ഞാൻ എന്തൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുന്നു അതൊക്കെ നിങ്ങളുടെ നോട്ടിൽ വേണം, പറയുന്ന കാര്യങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ ഡബിൾ ബാർ ഗ്രാഫ് ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം. ഓക്കെ, അതായത് ചിൽഡ്രൻ ഹൂ പ്രിഫർ വാക്കിംഗ്, സൈക്ലിംഗ്, ഈ രണ്ട് കാര്യങ്ങൾ. ഓക്കെ, 3 സ്കൂളിലെ ഡീറ്റെയിൽസാണ് എടുത്തേക്കുന്നത്. അതായത് സ്കൂൾ എ, അതായത് ഒരു സ്കൂളിൻ്റെ പേരാണ് സ്കൂൾ എ. അവിടെ വാക്കിംഗ് പ്രിഫർ ചെയ്യുന്ന കുട്ടികൾ എത്ര പേരുണ്ട്? 40 സ്റ്റുഡൻറ്റ്സ്. സൈക്ലിംഗ് പ്രിഫർ ചെയ്യുന്ന, അതായത് വാക്കിംഗ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾ 40, അല്ലെങ്കിൽ സൈക്ലിംഗ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾ 45. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഉദാഹരണത്തിന് എക്സസൈസിന് വേണ്ടിയിട്ട് വാക്കിംഗ് ചൂസ് ചെയ്യുന്ന കുട്ടികൾ 40 പേര്, സൈക്ലിംഗ് ചൂസ് ചെയ്യുന്ന കുട്ടികൾ 45 പേര്. പക്ഷേ വേറൊരു സ്കൂളിൽ വാക്കിംഗ് പ്രിഫർ ചെയ്യുന്നത് 55 കുട്ടികളും സൈക്ലിംഗ് പ്രിഫർ ചെയ്യുന്നത് 25 കുട്ടികളും. വേറെ സ്കൂളിൽ there are 15 students who prefer walking and there are 35 students who prefer cycling. Now we are going to draw a bar graph. Okay, ഇത് കണ്ടാൽ തന്നെ അറിയും സ്കൂളിലേക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 2 ഡാറ്റയുണ്ട്. അതുകൊണ്ട് ഒരൊറ്റ ബാറിൽ ഇത് വരയ്ക്കാൻ പറ്റില്ല, ഡബിൾ ബാർ ഗ്രാഫിൽ ഇത് നടക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡാറ്റ കണ്ടിട്ട് നമ്മളത് സിംഗിൾ ബാർ ഗ്രാഫാണോ ഡബിൾ ബാർ ഗ്രാഫാണോ എന്ന് മനസ്സിലാക്കുക. ഇതെങ്ങനെ വരയ്ക്കാം? സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എക്സും വൈ ആക്സിസും വരയ്ക്കുക. എക്സ് ആക്സിസിൽ നമുക്ക് സ്കൂളിൻ്റെ പേരും വൈ ആക്സിസിൽ നമുക്ക് ഈ നമ്പേഴ്സ് ഉൾപ്പെടുന്ന രീതിയിൽ ഒരു സ്കെയിലും കൊടുക്കുക. ഓക്കെ, ഷാൽ വി ഡു ദാറ്റ്? ഓക്കെ, വീടിൻ്റെ ലെങ്ത്ത് കുറച്ച് കുറയ്ക്കാനാണ് ആവശ്യമില്ലാത്ത ഭാഗമൊക്കെ ഞാൻ ഒഴിവാക്കുന്നത്. ഇൻ ദ സെൻസ് ഞാനത് വരയ്ക്കുന്ന ഭാഗം നിങ്ങളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സോ ദിസ് ഈസ് യുവർ എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഈസ് യുവർ വൈ ആക്സിസ്. ഓക്കെ, എക്സ് ആക്സിസിൽ ഐ ഹാവ് റിട്ടൺ ദ നെയിം ഓഫ് ദ സ്കൂൾ ആൻഡ് വൈ ആക്സിസ് നമ്മളിവിടെയാണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഇതൊക്കെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണല്ലോ, ഈ കാര്യങ്ങളൊക്കെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണല്ലോ വരുന്നത്. അതുകൊണ്ട് വൈ ആക്സിസിൽ ഐ എം ഗോയിങ് ടു മെൻഷൻ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്കൂൾ എക്ക് there are 40 students who prefer walking, there are 45 students who prefer cycling. അപ്പോൾ ഇത് രണ്ടും നമ്മൾ സ്കൂൾ എക്ക് അനുസരിച്ച് വരയ്ക്കണം. അപ്പോൾ 2 ബാർ വരും. എങ്ങനെ വരയ്ക്കാം? അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാൻ മറന്നുപോയി. ഈ സ്കൂളിൻ്റെ പേര് അടയാളപ്പെടുത്തുമ്പോൾ നമുക്ക് ഡബിൾ ബാർ ഗ്രാഫ് വരയ്ക്കണം കൊണ്ട് തന്നെ ഒരു 2 സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ട് അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ട് കൃത്യമായ ഒരു സ്കെയിൽ വേണം. നിങ്ങൾക്ക് ഇവിടെ 3 സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ട് സ്കൂളിൻ്റെ പേര് മാർക്ക് ചെയ്യാം. ഇവിടെ ആസ് യൂഷ്വൽ 1 സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ട് ഒരു നിശ്ചിത ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് 10-20 mm സ്കെയിൽ എടുക്കാം. ഇവിടെ I have selected the scale as 10-20-30. Instead of that you can go for, if you want you can select 20-40-60 as you wish. Okay, പക്ഷേ ഷാർപ്പ് മെഷർമെൻ്റ് ആയിരിക്കണം. 10-20 ആകുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആസ് ഐ മെൻഷൻഡ്
corresponding to school A, we need to draw 2 bars because there are 40 students who prefer walking and there are 45 students who prefer cycling in the case of school A. That means there are 2 datas for school A. അതുപോലെ each school there are 2 datas. അതുകൊണ്ട് തന്നെ we have to draw 2 bars corresponding to each school. അപ്പോൾ അതെങ്ങനെ വരയ്ക്കാമെന്ന് കാണിച്ചു തരാം ഇപ്പോൾ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതെങ്ങനെ വരച്ചെന്ന്. ഓക്കെ, അതായത് ഞാൻ എന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻ്റ് ഇവിടെയായിരുന്നു അല്ലേ. ഈ പോയിൻറ്റിന് ലെഫ്റ്റ് സൈഡിലോട്ട് നിങ്ങൾക്കൊരു കറക്റ്റ് ഡിസ്റ്റൻസ്, ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3 മില്ലിമീറ്റർ ചൂസ് ചെയ്യാം. റൈറ്റ് സൈഡിലോട്ടൊരു 3 മില്ലിമീറ്റർ. രണ്ട് ബാറിൻ്റെയും വിഡ്ത്ത് സെയിം ആയിരിക്കണം. അതുപോലെ എല്ലാ കേസിലും ബാറിൻ്റെ വിഡ്ത്ത് സെയിം ആയിരിക്കണം. അപ്പം ഐ പ്രിഫർ യു ടു സെലക്ട് സം 3 മില്ലിമീറ്റർ ഓർ 4 മില്ലിമീറ്റർ അക്കോർഡിംഗ് ടു യുവർ വിഷ്. പക്ഷേ ഇവിടെ 4 മില്ലിമീറ്റർ ആണ്, ഇവിടെ 4 മില്ലിമീറ്റർ. അങ്ങനെ ദെൻ ഓൺലി യു വിൽ ഗെറ്റ് ദ ബാർ, you will get all the bars in equal width. Okay, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഐ ഹാവ് മാർക്ക്ഡ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹൂ പ്രിഫർ വാക്കിംഗ്. റൈറ്റ് സൈഡിൽ ഐ ഹാവ് മാർക്ക്ഡ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹൂ പ്രിഫർ സൈക്ലിംഗ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ബാറിൽ എത്രയാണ്? ഞാൻ 40 വാക്കിംഗ്. റൈറ്റ് സൈഡിലോട്ടുള്ള ബാറിൽ 45 ഇങ്ങനെ മാർക്ക് ചെയ്തു. രണ്ടും സ്കൂൾ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണല്ലോ, അപ്പോൾ അതിനനുസരിച്ച് വേണം. അതായത് രണ്ടും സ്കൂൾ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് 40 45. അപ്പോൾ വാക്കിങ്ങും 40 സൈക്ലിങ്ങും 45. അത് രണ്ടും സ്കൂൾ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മാർക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. സ്കൂൾ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് വാക്കിങ്ങും റൈറ്റ് സൈഡിലോട്ട് സൈക്ലിങ്ങും. എന്നിട്ട് ഒരു ബാർ ഞാൻ എന്ത് ചെയ്തു? ഷെയ്ഡ് ചെയ്തു. ഒരു ബാർ ഐ ലെഫ്റ്റ് ആസ് ഇറ്റ് ഈസ്. ഓക്കെ, ആൻഡ് യു ഹാവ് ടു മെൻഷൻ ദാറ്റ് ഓൺ ദ റൈറ്റ് സൈഡ്. ദെൻ ഓൺലി the person who is going to read this graph, then only he or she will get understood which bar represent walking and which bar represent cycling. Okay, അത് in the same way you have to continue. Okay, I mean നിങ്ങളത് നോട്ടിൽ കൃത്യമായി വരയ്ക്കുക. Understood, no? So this is what is double bar graph. I don't think that I need to explain more about this because this is very clear. അപ്പം ഇനി ദിസ് ഇസ് ഹോംവർക്ക് ടൈം. ഇത് നിങ്ങൾ നോട്ട് എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് ഹോംവർക്ക് അസൈൻ ചെയ്യാം. ഇപ്പം ഞാനതിവിടെ മെൻഷൻ ചെയ്യാം ഏതൊക്കെ ഹോംവർക്കാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന നെക്സ്റ്റ് സെഷൻ ഈസ് പൈ ചാർട്ട്. Pie chart is going to be, it's very important topic and it is very simple, but it is not simple as that of bar graph or line graph. Okay, it need amount of concentration. പൈ ചാർട്ട്, അതായത് സർക്കിളിൽ നമ്മളെങ്ങനെ ഗ്രാഫ് വരയ്ക്കുന്നു. അതൊരു പക്ഷേ നിങ്ങൾ സർക്കിളിൽ ഗ്രാഫുകൾ കണ്ടിട്ടുണ്ടാകും. അതെങ്ങനെ നമ്മൾ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് ഈ സെഷനിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, first and foremost thing is pie chart is nothing but circle chart. Okay, pie chart is also known as circle chart. ഈ സർക്കിളിൻ്റെ കുറേ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. വാട്ട് ഈസ് റേഡിയസ് ഓഫ് എ സർക്കിൾ എന്നറിയാം. ആൻഡ് ഡു യു നോ ദ ടോട്ടൽ ആംഗിൾ ഓഫ് എ സർക്കിൾ? ദ ടോട്ടൽ ആംഗിൾ ഓഫ് എ സർക്കിൾ ഇസ് 360 ഡിഗ്രി അല്ലേ? ഒരു സർക്കിളിൻ്റെ മൊത്തമുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ദ കംപ്ലീറ്റ് റൊട്ടേഷൻ ദറ്റ് സ്റ്റാൻഡ്സ് ഫോർ 360 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഈ സർക്കിൾ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യമുള്ള ടൂൾ എന്ന് പറയുന്നത് സ്കെയിൽ ആൻഡ് ദിസ് പ്രൊട്രാക്ടർ. These are very important tools. Then only we will be able to draw this pie chart. Okay, അപ്പോൾ പൈ ചാർട്ടിലോട്ട് പോകണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എക്സാമ്പിൾ എടുക്കാൻ പോവാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിൽ നമ്മളൊരു എന്താണ് പറയുക, ഒരു ഒബ്സർവേഷൻ നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായത് പലർക്കും പല ഫ്ലേവേഴ്സ് ഇഷ്ടമായിരിക്കും. ചിലവർക്ക് ചോക്ലേറ്റ് ഫ്ലേവേഴ്സ് ഇഷ്ടമുള്ളവരുണ്ടാവാം. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വാനില ഫ്ലേവേഴ്സ്, ഇപ്പോൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ തന്നെ ചോക്ലേറ്റ് ഐസ്ക്രീമും വാനില ഐസ്ക്രീമും പ്രിഫർ ചെയ്യുന്നവരുണ്ടാവാം. അല്ലെങ്കിൽ വേറെ പല ഫ്ലേവറിലുള്ള ഐസ്ക്രീം ഉണ്ട്, പിസ്ത അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ. അപ്പം അങ്ങനെ പലതരത്തിലുള്ള ഫ്ലേവേഴ്സ് ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ ഒരു എണ്ണം എടുത്തു. അങ്ങനെ ചോക്ലേറ്റ് ഫ്ലേവേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരു ക്ലാസ്സിലുള്ള കണക്കാണെന്ന് വിചാരിക്കാം. ആൻഡ് the total number of students can be considered as 100%. 100% സ്റ്റുഡൻസ് ഒരു ക്ലാസ്സിലുണ്ട്. the total number can be considered as 100%. അതിൽ there are 50% of students. What do you mean by 50%? Half number of students who prefer chocolate flavor, and there are some 25% who prefer vanilla, and there are some 25% who prefer other ഫ്ലേവേഴ്സ്. അപ്പം മൊത്തം എത്രയും 100%. അപ്പം അതിനെ വെച്ചിട്ടുള്ളൊരു പൈ ചാർട്ടാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇറ്റ്സ് ഗോയിങ് ടു ബി സച്ച് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ സിമ്പിൾ ക്വസ്റ്റ്യൻ എടുക്കുന്നത്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെയാണ് ഉള്ളതാണ്. ഓക്കെ, ഇതാണ് ഇപ്പം ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾക്ക് പൈ ചാർട്ട് എന്നൊരു ഹെഡ്ലൈൻ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ എന്താണ് പറയുക, ബ്രാക്കറ്റിൽ യു ക്യാൻ റൈറ്റ് circle graph, then you write flavors here as a table you can mention, and the percentage of students who preferring each flavors എന്ന് എഴുതുക. എന്നിട്ട് 50%, 25% and other flavors 25%. Okay, we are going to draw pie chart. അപ്പോൾ പൈ ചാർട്ട് വരയ്ക്കുന്നതിന് മുമ്പ് we have to form a table.
അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിങ്ങനെ ഒരു ടേബിൾ ഫോം ചെയ്യണം. അതായത് ഈ ടേബിൾ എന്ന് വെച്ചാൽ ഇതിൽ വലിയ ബുദ്ധിമുട്ടുള്ള ടേബിളല്ല. ഈ 2 കോളം ആ ടേബിളിൽ ഉണ്ടാവണം. ഫ്ലൈവേഴ്സ് എന്ന് പറഞ്ഞ ടേബിളും ഫ്ലൈവേഴ്സ് എന്ന് പറഞ്ഞ കോളവും പേഴ്സൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് സെയിം കോളം ആസ് ഇറ്റ് ഈസ്. ഓക്കെ, അത് പുതിയ ടേബിളിൽ ഉണ്ടാവണം. അതിന് പുറമെ പുതിയൊരു കോളം വരും, സെൻട്രൽ ആംഗിൾ. ഇതാണ് പൈ ചാർട്ടിന് ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ എന്താണ് പറയുക, അത് കീ പോയിൻ്റ് ഓഫ് പൈ ചാർട്ട് എന്ന് പറയുന്നത് ഈ 3ാമത്തെ കോളമാണ്, സെൻട്രൽ ആംഗിൾ. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യത്തിൽ ഫ്ലേവേഴ്സ്, അത് ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട്. പേഴ്സൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ്, അത് ക്വസ്റ്റ്യനുണ്ട്. പിന്നെ മറ്റൊരു അഡീഷണൽ സാധനമാണ് ടോട്ടൽ. യു ഹാവ് ടു ടേക്ക് ദ സം ഓഫ് ഓൾ ദീസ് ഡാറ്റാസ്. ഇത് സമയം എത്ര വരും? 100. ഓക്കെ, ദെൻ ലെറ്റ് us go to the third column. Because in order to draw pie chart circle, we need angle. എങ്കിലല്ലേ സർക്കിളിൽ നമുക്ക് എന്തെങ്കിലും മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആംഗിളിൻ്റെ ടൈമിൽ മാത്രമേ സർക്കിളിൽ എന്തെങ്കിലും മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പം ആദ്യം നമ്മൾ 50% കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൻട്രൽ ആംഗിൾ എത്രയാണ് നോക്കണം. വാട്ട് ഈസ് ദിസ്? 50. റൈറ്റ് ദ ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ, ദ സം, വാട്ട് ഈസ് ദാറ്റ്? 100 ഇൻറ്റു ദ ടോട്ടൽ ആംഗിൾ ഓഫ് എ സർക്കിൾ, വാട്ട് ഈസ് ദാറ്റ്? 360 ഡിഗ്രി. ഇത് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ സെൻട്രൽ ആംഗിൾ കറസ്പോണ്ടിങ് ടു ദ ഫസ്റ്റ് വൺ, ചോക്ലേറ്റ്. അതായത് ആ ഡാറ്റ എന്താണോ ഡാറ്റ തന്നിരിക്കുന്നത് അത് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ഇൻറ്റു 360. അണ്ടർസ്റ്റുഡ്? ഡു ദിസ്. എങ്ങനെ ചെയ്യാം? ഇത് വളരെ സിമ്പിളാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇതിൻ്റെ ക്യാൻസലേഷൻ വളരെ സിമ്പിളാണ്. നമുക്ക് ഇറ്റ് ഈസ് മൾട്ടിപ്ലിക്കേഷനോ, സോ യു ക്യാൻ ഗോ ഫോർ ക്രോസ് ക്യാൻസലേഷൻ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ക്യാൻസൽ ചെയ്യാം. ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം, ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം, അങ്ങനെയൊക്കെ ക്യാൻസൽ ചെയ്യാം. ബിക്കോസ് ഇറ്റ്സ് എ ഫ്രണ്ട്ലി ഓപ്പറേഷൻ, മൾട്ടിപ്ലിക്കേഷനോ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് 0 ക്യാൻസൽ ചെയ്യുന്നു. അണ്ടർസ്റ്റുഡ്? ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ 0 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ ഡിനോമിനേറ്ററിൽ 1 മാത്രമേ ഉള്ളൂ. ജസ്റ്റ് മൾട്ടിപ്ലൈ ദ ന്യൂമറേറ്റർ, യു വിൽ ഗെറ്റ് ദ കറസ്പോണ്ടിങ് ആംഗിൾ. സി 180. Am I right? 180 ഡിഗ്രി. സിമിലർലി ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ദ 25, കാരണം എന്താ? വാനില അതിന് 25 ആണല്ലോ. സോ ദാറ്റ് ഡാറ്റ ഫസ്റ്റ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ വൺ, the sum, what is that? 100 into 360. Always it is 360 degree, because in the case of pie chart it will not change. That is always 360 degree, because we know that the total angle of a circle is 360 degree. And here you can cancel this 0 and 0 and 0 and 0. ഇവിടെ 0 ക്യാൻസൽ, ഇവിടെ ക്യാൻസൽ ചെയ്യണം ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 10 25 വെച്ച് ക്യാൻസൽ ചെയ്യാം. 5 വെച്ച് ക്യാൻസൽ ചെയ്തൂടെ? അപ്പോൾ ഇവിടെ 2 വരും, ഇവിടെ 5 5s are 25. ഇനി നിങ്ങൾ നോക്കി, ഈ 2ഉം 36ഉം ക്യാൻ ബി ക്യാൻസൽ നോ. സോ എങ്ങനെ? ദി 0 and 0 ക്യാൻ ബി ക്യാൻസൽ. പിന്നെ ഈ 10 and 25 ഞാൻ 5 വെച്ച് ക്യാൻസൽ ചെയ്തു. ദെൻ 2 and 36 ക്യാൻ ബി ക്യാൻസൽ നോ ബൈ 2. In 2 how many 2? 1. 36ൽ 3 എത്ര? 2. 1 2s are 2. Remainder is 1. In 16 how many 2? 8. അപ്പോൾ 18 into 5 എന്ന് വരും. What is that? So we will get it as 90 degree. Okay, we will get it as 90 degree. Clear? And if you are fluent with the cancellation, you can cancel 25 and 100 directly. 25 വെച്ച് ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ചെയ്യാം കേട്ടോ, അതാണ് ഏറ്റവും എളുപ്പം. ആൻഡ് സിമിലർലി ഇവിടെയും 25 തന്നെയല്ലേ, അപ്പോൾ സെയിം ആംഗിൾ തന്നെ കിട്ടുക, 90 ഡിഗ്രി. ഓക്കെ, ഇനി ഉണ്ടല്ലോ, നിങ്ങൾ ഈ 2 ആംഗിൾ കണ്ടുപിടിച്ചാൽ 3ാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ സുഖം. ദ ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കണം? 360 ഡിഗ്രി. കാരണം നമ്മളൊരു സർക്കിളല്ലേ ഗ്രാഫ് വരയ്ക്കുന്നത്. അപ്പോൾ അതായത് 3 ഡാറ്റയല്ലേ ഇവിടെ ഉള്ളൂ. അപ്പോൾ 3 ഡാറ്റേൻ്റെ ആംഗിൾ വന്നു കഴിയുമ്പോൾ ടോട്ടൽ സമ്മ് 360 ആയിരിക്കണം. അപ്പോൾ അവസാനത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ ബാക്കിയുള്ളത് 360 സബ്ട്രാക്ട് ചെയ്താലും മതി. ഒന്നുകൂടെ പറഞ്ഞുതരാം, അത് അടുത്ത ക്വസ്റ്റ്യനിൽ വ്യക്തമാവും. ഏതായാലും യു അണ്ടർസ്റ്റുഡ് നോ ഹൗ ടു കാൽക്കുലേറ്റ് ദ സെൻട്രൽ ആംഗിൾ. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, ഒരു ക്വസ്റ്റ്യൻ വിളിച്ച് മനസ്സിലാവും. സോ ഐ എം നോട്ട് ഗോയിങ് ടു റിപ്പീറ്റ് ദിസ്. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ മനസ്സിലായി. ഇനി എങ്ങനെ വരയ്ക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ വരയ്ക്കണം എന്നുള്ളത്, യു ഹാവ് ടു ഡ്രോ എ സർക്കിൾ ഫസ്റ്റ്. അക്കോർഡിംഗ് ടു യുവർ കൺവീനിയൻസ് യു സെലക്ട് എ റേഡിയസ്. എത്ര സ്പേസ് ഉണ്ട്, ഒരുപാട് ചെറുതാവരുത്, അത്യാവശ്യം വലുപ്പത്തിൽ ഒരു സർക്കിൾ വരയ്ക്കുക. സോ യു ക്യാൻ സെലക്ട് എനി കൺവീനിയൻറ്റ് റേഡിയസ് ഫോർ ദാറ്റ്. ഓക്കെ, ഹിയർ ഇസ് എ സർക്കിൾ. ഓക്കെ, ഹിയർ ഈസ് എ സർക്കിൾ. ഞാൻ പ്രിഫർ ചെയ്യുന്നത് കുറച്ചും കൂടെ വലുപ്പമുള്ള സർക്കിളാണ്, പക്ഷേ ഇതായാലും മതി. അതിനുശേഷം യു ഡ്രോ എ റേഡിയസ്. ഇങ്ങനെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് റേഡിയസ് മാർക്ക് ചെയ്യാം. അതിനുശേഷം യു ഹാവ് ടു മാർക്ക് ദ ഫസ്റ്റ് സെൻട്രൽ ആംഗിൾ. വാട്ട് ഈസ് ദാറ്റ്? 180 ഡിഗ്രി. അത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യു ഹാവ് ടു ടേക്ക് ദ പ്രൊട്രാക്ടർ ആൻഡ് പ്ലേസ് ദ പ്രൊട്രാക്ടർ ലൈക്ക് ദിസ്. ഓക്കെ, ഈ വീഡിയോ ആകുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിരിക്കും. ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ക്ലിയർ ആയിരിക്കും, കാരണം കുറച്ചും കൂടെ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദ കറക്റ്റ് പ്രൊട്രാക്ടർ പ്ലേസ് ചെയ്യുക. ഹൗ വി പ്ലേസ് ദ പ്രൊട്രാക്ടർ? ഈ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ ഭാഗം
എവിടെ വേണം? ഈ സെൻറ്റർ ഭാഗം ഈ പോയിൻറ്റിലും ഈ പ്രൊട്രാക്ടറിൻ്റെ ഈ താഴെയുള്ള ലൈനില്ലേ അത് നമ്മൾ വരച്ച ആ ലൈനിൻ്റെ മുകളിലുമായിട്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, ആംഗിൾ എങ്ങനെ അളക്കണം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളൂ. ഓക്കെ, എന്നിട്ട് വാട്ട് യു ഹാവ് ടു മാർക്ക് 180 ഡിഗ്രി. ഓക്കെ, സോ യു ഹാവ് ടു സ്റ്റാർട്ട് കൗണ്ടിങ് ഫ്രം സീറോയിൽ നിന്ന്. ഇവിടെ 180 ഉണ്ട്, പക്ഷേ എവിടെ നിന്ന് കൗണ്ട് ചെയ്യണം? 0. അങ്ങനെ 0യിൽ നിന്ന് മെഷർ ചെയ്ത് എങ്ങനെ വരും? ഇവിടെ 80, 90, അങ്ങനെ എവിടെ എത്തണം? 180-ലെത്തണം. സോ വൺസ് യു റീച്ച് 180 ഡിഗ്രി യു ഹാവ് ടു മാർക്ക് എ പോയിൻ്റ്. ആ 180 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈനിന് നേരെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഓക്കെ, അത് സെമി സർക്കിളാണ്, ഒറ്റ വര വരയ്ക്കേണ്ട കാര്യമുള്ളൂ, പകുതി സർക്കിളാണ് അത്. പക്ഷേ എങ്കിലും നമ്മളത് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ, ക്ലിയർണോ? അതിനുശേഷം ഇവിടെ ഓൾറെഡി ലൈൻ ഉണ്ട്, ഇവിടെ നിങ്ങോട്ട് ജോയിൻ ചെയ്യുക. അപ്പോഴാണുള്ളത് 180 ഡിഗ്രി ആവുക. ഈ ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രി ആവണം. ഇവിടെ ഓൾറെഡി ലൈനിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 180 ഡിഗ്രി കറസ്പോണ്ടിങ് ആയിട്ട് മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് ഇത് ചേർത്ത് ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ നിങ്ങോട്ട് ലൈൻ വരയ്ക്കാം. So it represents, so this area represents, you can shade it with beautiful colors, or you can shade it like this. I mean, you can go for pencil shading, and you can write here what? Chocolate. Okay, and from the figure itself it is very clear that there are a huge percentage of students who like chocolate. Then next is vanilla. എത്രയാണ്? 90 ഡിഗ്രിയാണ് കറസ്പോണ്ടിങ് ആയിട്ട്, അല്ലേ? അവിടെയാണ് പ്രശ്നം. രണ്ടാമത്തെ ആംഗിളാണ് വരയ്ക്കേണ്ടത്. ആ 90 ഡിഗ്രി എവിടെ വരയ്ക്കണം? ചോക്ലേറ്റ് വരച്ചിട്ട് ഇങ്ങോട്ടല്ല വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ലൈനിൽ നമ്മുടെ പ്രൊട്രാക്ടർ പ്ലേസ് ചെയ്യണം. ഇങ്ങോട്ടാണ് മെഷർ ചെയ്യേണ്ടത് എന്നുള്ള ഐഡിയ വേണം. അല്ലാണ്ട് പ്രൊട്രാക്ടർ എടുത്തിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? കാരണം ഇങ്ങോട്ടല്ല അപ്പോൾ എൻ്റെ മെഷർമെൻറ്റ് വരിക. നമുക്ക് വേണ്ടത് ഇങ്ങോട്ടാണ് എൻ്റെ മെഷർമെൻറ്റ് വരേണ്ടത്. അപ്പോൾ യു ഹാവ് ടു പ്ലേസ് യുവർ പ്രൊട്രാക്ടർ ഇൻ സച്ച് എ വേ ദാറ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്യണം. ഇതാ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ, ഈ സെൻറ്റർ അതിന് മാറ്റമൊന്നുമില്ല. ഈ സെൻറ്റർ ഇവിടെയും വരണം, ഈ ലൈനിൻ്റെ മുകളിലും വരണം. സി യു ഹാവ് ടു പ്ലേസ് യുവർ പ്രൊട്രാക്ടർ ലൈക്ക് ദിസ്. ക്ലിയർ? Then we need to mark 90 degree, no? So you have to start counting from 0. See, 0, 10, this is 90. There you can mark a point. Clear? എന്നിട്ട് എന്ത് ചെയ്യുക? ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് ലൈൻ വരയ്ക്കുക. ഓക്കെ, ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് ലൈൻ വരയ്ക്കുക. അപ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? ഇവിടെയാണുള്ള സെൻറ്റർ, അവിടെ നിന്ന് ഈ 90 ഇവിടെയല്ലേ മാർക്ക് ചെയ്തത്, ഇങ്ങോട്ട് ലൈൻ വരയ്ക്കുക. അപ്പോഴല്ലേ ഈ ആംഗിൾ 90 എന്നുള്ളത് നമുക്ക് കിട്ടുള്ളൂ. ആൻഡ് യു ക്യാൻ ഗീവ് അനദർ ഷെയ്ഡിങ് ഓർ യു ക്യാൻ ഗീവ് അനദർ കളർ. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ നിങ്ങളൊരു ക്രോസ് ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങളൊരു എന്തെങ്കിലും രീതിയിൽ വേറൊരു ഷെയ്ഡിങ് കൊടുക്കുക. എങ്കിലല്ലേ അതിനൊരു ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. ആൻഡ് ഇറ്റ് റെപ്രസെൻറ്റ്സ് എന്താണ്? വാനില. ഓക്കെ, ഇത് നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ട്. അത് മെഷർ ചെയ്യേണ്ട വരില്ല. നമുക്കറിയാം ടോട്ടൽ 360 ആണ്. അതിൽ ഇത് രണ്ടും മാർക്ക് ചെയ്താൽ പിന്നെ ഒരെണ്ണം കൂടിയുള്ളൂ. അതെന്തായാലും ആ ആംഗിൾ കിട്ടണം. അത് എത്ര ആയിരിക്കും? 90 ഡിഗ്രി. നിങ്ങൾ അളന്നാലും അളന്നില്ലെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും. ഇഫ് യു ക്യാൻ മെഷർ ദാറ്റ്. എങ്ങനെ മെഷർ ചെയ്യാം? പല രീതിയിൽ മെഷർ ചെയ്യാം. ഈ ആംഗിൾ 90 ഡിഗ്രി ആണോ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രൊട്രാക്ടർ ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ഇങ്ങനെ പ്ലേസ് ചെയ്യാം, അല്ലേ? അതിനുശേഷം യു സി ഈ 0യിൽ നിന്ന് മാർക്ക് അളന്ന് നോക്കിയാൽ 90 ഡിഗ്രി ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊട്രാക്ടർ ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ആംഗിൾ അളക്കാനുള്ള ഡിഫറെൻറ്റ് രീതിയാണ് പറയുന്നത്. എന്നിട്ട് പ്രൊട്രാക്ടറിന് നേരെ വെക്കുക. ഓക്കെ, എന്നിട്ട് യു സ്റ്റാർട്ട് കൗണ്ടിങ് ഫ്രം ഹിയർ. ഇവിടെ നിന്ന് നോക്കുക, 90 ആയിരിക്കും കറക്റ്റ്. അളക്കേണ്ട കാര്യമില്ല. അതായിരിക്കും അതർ ഫ്ലേവേഴ്സ്. അതും ഗീവ് അനദർ ഷെയ്ഡിങ്. ദിസ് ഇസ് ദ വേ ഹൗ ടു ഡ്രോ പൈ ചാർട്ട്. ഓക്കെ, ഈ ഒരു എക്സാമ്പിളും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഇത് നിങ്ങൾ നോട്ടിൽ എഴുതണം. ക്വസ്റ്റ്യൻ ഈസ് ഡെയർ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, അല്ലെങ്കിൽ വീഡിയോ തന്നെ വളരെ ക്ലിയർ ആണല്ലോ. ആൻഡ് സി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ബേക്കറിൻ്റെ സെയിലാണ്. ഓർഡിനറി ബ്രെഡ് 320 എണ്ണം വിറ്റു. ഫ്രൂട്ട് ബ്രെഡ് കച്ചവടക്കാരന് 80 എണ്ണം വിറ്റു. കേക്ക് 160 എണ്ണം വിറ്റു. ബിസ്ക്കറ്റ് 120 എണ്ണം വിറ്റു. അതേഴ്സ് ബാക്കിയുള്ള സാധനങ്ങൾ 40 എണ്ണം വിറ്റു. വി ഹാവ് ടു ഡ്രോ പൈ ചാർട്ട്. ബട്ട് ഹിയർ ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ് ദേ ഹാവ് ഗിവൺ ദ സം ഓഫ് ദിസ്. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ടോട്ടൽ കണ്ടുപിടിക്കേണ്ടി വരും. അണ്ടർസ്റ്റുഡ്? സോ ലെറ്റ്സ് ഡ്രോ ദ ടേബിൾ ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ടേബിൾ. ഐറ്റം ഇവിടെ ഉണ്ട്, സെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൻട്രൽ ആംഗിൾ ഇവിടെ ടോട്ടൽ നമുക്കവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ബട്ട് ഇൻ ഓൾ ക്വസ്റ്റ്യൻ യു ഡു നോട്ട് എക്സ്പെക്ട് ദിസ് ടോട്ടൽ. യു മൈ നീഡ് ടു ആഡ് ഇറ്റ്. ആഡ് ചെയ്യുമ്പോൾ തന്നെ തെറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ടോട്ടൽ തന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളൊന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് മേക്ക് ഷുവർ ദാറ്റ് ദ ടോട്ടൽ ഈസ് കറക്റ്റ്. അത് ശരിയായിരിക്കും ക്വസ്റ്റ്യന് തന്നുകൊണ്ട്. പക്ഷേ നിങ്ങൾ തരാതിരിക്കുന്ന സമയത്ത് ആഡ് ചെയ്യുമ്പം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം വൺസ് ദ സം ഈസ് റോങ്, സപ്പോസ് ഇഫ് യു ആർ ദ ടോട്ടൽ ഈസ് ഗെറ്റിംഗ് റോങ് നമ്പർ, then the entire central angle will be
wrong, isn't it? So you have to add it carefully. Okay, ഇവിടെ പിന്നെ പ്രശ്നമില്ല, തന്നിട്ടുണ്ട്. ഇനി എങ്ങനെ ഫസ്റ്റ് സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കും? ഡോണ്ട് വറി, ഓർഡിനറി ബ്രെഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെയിൽസ് 320 അല്ലേ? യു റൈറ്റ് ദാറ്റ്. സഫിഷ്യൻറ്റ് സ്പേസ് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്താൽ അതവിടെ എഴുതുക, 320 ഡിവൈഡഡ് ബൈ വാട്ട്? ടോട്ടൽ. വാട്ട് ഇസ് ദാറ്റ്? 720 ഇൻറ്റു എന്ത് ചെയ്യുക? 360. ഓൾവേസ് ഇറ്റ് ഈസ് 360. ഇത് ചെയ്യണം. ഇത് ചെയ്യാൻ നിങ്ങൾ റൈറ്റ് സൈഡിലോട്ടൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ തന്നെ ചെയ്യുമ്പോൾ ക്യാൻസലേഷൻ ചെയ്യുമ്പോൾ വൃത്തിയായിട്ടായിരിക്കും. അത് റൈറ്റ് സൈഡിൽ മാറ്റി ചെയ്യാം. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. 0 ക്യാൻസൽ ചെയ്യാം. ഇനി പെട്ടെന്നൊരു ഐഡിയ എന്താണ്? ഈ 36ഉം 72ഉം നിങ്ങൾക്ക് യു ക്യാൻ ക്യാൻസൽ ബൈ 36 ഇറ്റ് സെൽഫ്. അതിന് കഴിയുന്നില്ലെങ്കിൽ യു ക്യാൻ ക്യാൻസൽ ദിസ് 36 ആൻഡ് 72 ബൈ 9. 9ൻ്റെ മൾട്ടിപ്പിൾസ് ആണല്ലോ രണ്ടും, അല്ലേ? അങ്ങനെ ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ക്യാൻസൽ ചെയ്യാം. പക്ഷേ 36ഉം 72ഉം 36ന് ഡബിളാണ് 72, അല്ലേ? അതുകൊണ്ട് യു ക്യാൻ ക്യാൻസൽ ബൈ 36 ഇറ്റ് സെൽഫ്. ഇൻ 36 ഹൗ മെനി? 36 1 ഹിയർ 2. ഇനി 320 ഇൻ 2 വി ക്യാൻ ക്യാൻസൽ ബൈ 2. ഇൻ 2 ഹൗ മെനി? 2 1 ഹിയർ 1 2 2 റിമൈൻഡർ 1. അപ്പോൾ അത് 12 ആവും. 6 2 12 0. So the corresponding angle will be 160 into 1 by 1. That is 160 degree. 160 degree. അങ്ങനെ ഓരോന്നും കണ്ടുപിടിക്കുക. നെക്സ്റ്റ് 1 is 80. ഒന്നും കൂടെ കണ്ടുപിടിക്കാൻ ബാക്കിയുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ എന്ത് വരും? 80 by 720 into 360. ഓക്കെ, അപ്പോൾ 80 by 720 into 360. നിങ്ങൾക്ക് ഇപ്പം ഈ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായി ട്രൈ ചെയ്യാം. ശരിക്കും എന്ത് ചെയ്യുക? ഇവിടെ അതുപോലെ തന്നെ ഡബിൾ ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെ എഴുതുന്നു. പിന്നെ 80 by 2 എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാം, 40 ഡിഗ്രി. അതുപോലെ നിങ്ങൾ ഓരോ ആംഗിളും കണ്ടുപിടിക്കരുത്. ഇതിപ്പം ഞാനിത് ജസ്റ്റ് ഫില്ല് ചെയ്യുന്നു. നിങ്ങൾ സ്വന്തമായി കണ്ടുപിടിച്ചിട്ട് അവിടെ എഴുതണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാത്തിനും സെൻട്രൽ ആംഗിൾ നിങ്ങളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ വളരെ കൃത്യമായിട്ട് കിട്ടും. സിമ്പിളായിട്ടുള്ള നമ്പേഴ്സാണ്. ക്യാൻസലേഷൻ ക്യാൻ ബി യു ക്യാൻ ഡു ഇറ്റ് ഇൻ എ സിമ്പിൾ വേ. അതിനുശേഷം യു ഡ്രോ എ സർക്കിൾ വിത്ത് എ കൺവീനിയൻറ്റ് റേഡിയസ്. ഓക്കെ, നമുക്കിതെല്ലാം മാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് വേണം. അതിനുള്ളൊരു സർക്കിൾ വരയ്ക്കാം. ദെൻ മാർക്ക് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് ഡ്രോ ദ റേഡിയസ്. And the first angle which I am going to draw is 160 degree, അല്ലേ? So place your protractor like this. ഇത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം. ഒരു ചെറിയ മാറ്റം പോലും ഉണ്ടാവരുത്. മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, ദെൻ യു ഹാവ് ടു പ്ലേസ് ദ പ്രൊട്രാക്ടർ ലൈക്ക് ദിസ്. ദെൻ യു ഹാവ് ടു മാർക്ക് 160 ഡിഗ്രി. യു ഹാവ് ടു സ്റ്റാർട്ട് കൗണ്ടിങ് ഫ്രം 0. കാരണം പെട്ടെന്ന് വളരെ എളുപ്പമാണ്. ഇവിടെ 160 ഉണ്ട്, എന്നാൽ ചാടിക്കറി ഇത് മാർക്ക് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഓക്കെ, സോ യു ഹാവ് ടു സ്റ്റാർട്ട് കൗണ്ടിങ് ഫ്രം 0. അങ്ങനെ പോയി 160 ഇതായി ഇവിടെ. ഓക്കെ, 160ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വരയിടുക. എന്നിട്ട് ആ സെൻട്രൽ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക. സോ ദിസ് ഈസ് വാട്ട് ഈസ് 160 ഡിഗ്രി. അപ്പം അവിടെ ഓർഡിനറി ബ്രെഡാണ്. ഷെയ്ഡ് ചെയ്യുക, ഓർഡിനറി ബ്രെഡ് എന്ന് എഴുതുക. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് ഈസ് 40 ഡിഗ്രി. ഓക്കെ, ഇതിന് വേണമെങ്കിൽ ഇതൊരു ഓർഡറിൽ എഴുതാം കേട്ടോ. ഇപ്പം എന്താണ് പറയുക, ഒരു അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിൽ എഴുതാൻ വേണമെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയാവും. 320ക്ക് തൊട്ട് താഴെ നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്ക്സ് എഴുതാം 160. എന്നിട്ട് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഓർഡറിൽ അപ്പോൾ കൃത്യമായി ഗ്രാഫിനൊരു ഭംഗി ഉണ്ടാവും. അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നെക്സ്റ്റ് ഈസ് ഞാനിത് തന്നെ ചെയ്യാൻ പോകുന്നത് 40 ഡിഗ്രിയാണ് മാർക്ക് ചെയ്യുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രൂട്ട് ബ്രെഡിന് കറസ്പോണ്ടിങ് ആയിട്ട് 40 ഡിഗ്രി. സോ യു ഹാവ് ടു മാർക്ക് ദ ആംഗിൾ ഹിയർ. സോ യു ഹാവ് ടു പ്ലേസ് പ്രൊട്രാക്ടർ ലൈക്ക് ദിസ്. സി, വളരെ കെയർഫുള്ളായിട്ട് പ്ലേസ് ചെയ്യുക ഇങ്ങനെ. ഓക്കെ, അതായത് ഈ ലൈനാണ് നിങ്ങളുടെ ബേസ്. അപ്പോൾ സെൻറ്റർ എവിടെയും കൊടുത്ത് ആ താഴത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണം. 0 ആ ലൈനിൽ വേണം, പ്രൊട്രാക്ടറിൻ്റെ 0. ഓക്കെ, ദെൻ എന്താണ് 40 ഡിഗ്രി. ദെൻ 0 10 20 30 40 കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. ഓക്കെ, ആൻഡ് ജോയിൻ ദീസ് 2 പോയിൻറ്റ്സ്. ഞാൻ പെട്ടെന്ന് അങ്ങ് ചെയ്യുകയാണ്. നിങ്ങൾ സ്കെയിലോ യൂസ് ചെയ്യണം. ഇത് 40 ഡിഗ്രി. അവിടെ ഷെയ്ഡ് ചെയ്യുക ആ പേര് എഴുതിയിട്ട്. ദെൻ കേക്ക്സ് ആണ്. എത്രയാണ്? 80 ഡിഗ്രി. അപ്പോൾ കേക്ക്സ് എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ 80 ഡിഗ്രി അല്ലേ? അപ്പോൾ നിങ്ങൾ പുതിയ ബേസ് ഇതാണ്, ഇങ്ങോട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. സോ യു ഹാവ് ടു പ്ലേസ് പ്രൊട്രാക്ടർ ലൈക്ക് ദിസ്. കണ്ടില്ലേ? സ്കെയിൽ കൊണ്ട് വരയ്ക്കാത്തതുകൊണ്ടാണ് കുറച്ച് കൺഫ്യൂഷൻ വരും. ഇങ്ങനെ വരയ്ക്കാം. ഇതാ, അതായത് കറക്റ്റ് സർക്കിളിൻ്റെ സെൻറ്റർ ഇവിടെ ആയിരിക്കും വരിക. ആ സർക്കിളിൻ്റെ സെൻറ്ററിൽ ഈ സെൻറ്റർ പ്ലേസ് ചെയ്യുക. ബേസ് ഏതായിരിക്കണം? ഇതായിരിക്കണം, ഈ ലൈനായിരിക്കണം ബേസ്. ഇങ്ങനെ, അണ്ടർസ്റ്റുഡ്? ഇങ്ങനെ പ്ലേസ് ചെയ്യുക കറക്റ്റ്. ഓക്കെ, സ്കെയിൽ കൊണ്ട് വരയ്ക്കാത്തതിൻ്റെ കുഴപ്പമാണ്. അതിനുശേഷം യു ഹാവ് ടു മാർക്ക് ഹൗ മച്ച് ഡിഗ്രി? 80 ഡിഗ്രിനോ? സോ 80 ഡിഗ്രി. 0 10 അങ്ങനെ പോയി 80 ഡിഗ്രി. ഇതാ 0യിൽ നിന്ന് കൗണ്ട് ചെയ്യുക 80 ഡിഗ്രി. ഓക്കെ, അടുത്തത് അവിടെ മാർക്ക് ചെയ്ത് ലൈൻ വരയ്ക്കുക, ഷെയ്ഡ് ചെയ്യുക. അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവസാനത്തെ ആംഗിൾ കറക്റ്റ് നിങ്ങൾക്ക്
അവസാനത്തെ ഒരു ആംഗിളിൽ മാത്രമേ അവസാനം ഇതെല്ലാം മാർക്ക് ചെയ്യുമ്പം ഇത് മാർക്ക് ചെയ്യാനുള്ള സ്പേസ് അവിടെ ലീവ് ചെയ്യുമല്ലോ, അത് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ദാറ്റ് വിൽ ബി ഓൾറെഡി 20 ഡിഗ്രി. നിങ്ങൾ വേണമെങ്കിൽ മെഷർ ചെയ്ത് നോക്കിക്കോളൂ. ആ എല്ലാം മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ബാക്കിയുള്ളത് 20 ഡിഗ്രി തന്നെ ആവണം, അല്ലെങ്കിൽ നിങ്ങളുടെ മെഷർമെൻറ്റ് എവിടെ തെറ്റിയെന്നാണ്. എന്നിട്ട് ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുത്തിട്ട് നിങ്ങൾ ഷെയ്ഡ് ചെയ്യാം. ദിസ് ഈസ് വാട്ട് ഈസ് പൈ ചാർട്ട്. സോ ഐ ബിലീവ് ദാറ്റ് മേ അണ്ടർസ്റ്റുഡ് ദാറ്റ് പൈ ചാർട്ട്. യാ, അപ്പോൾ നമുക്ക് ഇനി പൈ ചാർട്ട് കഴിഞ്ഞു. അങ്ങനെ ഇനി പൈ ചാർട്ടിന് എൻ്റെ കുറച്ച് ഹോംവർക്ക് ഞാനിപ്പോൾ തരാം നിങ്ങൾക്ക്. അപ്പം ഹോംവർക്ക് ടൈം. ഇതൊക്കെ നിങ്ങൾ എപ്പോഴത്തേക്ക് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിന് മുമ്പ് കംപ്ലീറ്റ് ആക്കണം. അപ്പം വാട്ട് വി ആർ എക്സ്പെക്ടിങ് ഈസ് മൺഡേ ഓൺവേർഡ്സ് വിൽ ബി ഏബിൾ ടു കണ്ടക്ട് ദിസ് ക്ലാസ്സസ് ഫ്രം സ്കൂൾ ഇറ്റ്സെൽഫ്, ഓഫ്ലൈൻ ക്ലാസ്സസ്. സോ നിങ്ങൾ മൺഡേ സ്കൂളിൽ വരുമ്പോഴേക്കും ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, യു ഹാവ് സൺഡേയും കൂടെ ഉണ്ട്, കംപ്ലീറ്റ് ചെയ്യണം നിർബന്ധമായിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ നമുക്ക് ഇങ്ങനെ ഓൺലൈനായിട്ട് തന്നെ തീരും. മാത്രമല്ല, ഇപ്പോൾ ചില കുട്ടികൾ ചില എക്സ്ക്യൂസസ് ആയിട്ട് വരും, സാർ അത് ഓൺലൈൻ ആയതുകൊണ്ട് മനസ്സിലായില്ല എന്ന്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ കോവിഡിൻ്റെ സമയത്ത് മൊത്തം പഠിച്ചത് ഓൺലൈനിലാണ്. 10ാം ക്ലാസ്സും 9ാം ക്ലാസ്സും 8ാം ക്ലാസ്സും ഒക്കെ അന്ന് തീർത്തത്, മാച്ചെടുത്ത് തീർത്തത് ഇങ്ങനെ മൊത്തം വീഡിയോയിലൂടെയാണ്. അപ്പോൾ വീഡിയോയിലെന്ന് പറയുമ്പോൾ സാധാരണ ക്ലാസ് എടുക്കുന്ന അറ്റ്മോസ്ഫിയറിൽ തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് മനസ്സിലായില്ല എന്ന് പറയുന്ന ഒരു എക്സ്ക്യൂസുമായിട്ട് വരരുത്. മനസ്സിലാവാത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. എനിവേ ഐ എം നോട്ട് ഗോയിങ് ടു ടേക്ക് ദ എൻറ്റയർ സെഷൻ ഇൻ ദ ക്ലാസ് റൂം അഗെയിൻ. ഓക്കെ, അപ്പോൾ മൺഡേ മുതൽ നമ്മൾ വേറെ പുതിയ ചാപ്റ്റർ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ചാൻസ് ആൻഡ് പ്രോബബിലിറ്റി ആണ്. സോ വാട്ട് ഈസ് ചാൻസ് ആൻഡ് പ്രോബബിലിറ്റി? ഒന്ന് ആലോചിച്ച് നോക്കൂ. സിമ്പിളായിട്ടുള്ള സെഷനാണ്. ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു വളരെ ഇൻട്രഡക്ഷനാണ് ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. പിന്നെ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ 9ൽ പഠിക്കും, കുറേ കൂടെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ 10ൽ പ്രോബബിലിറ്റി പഠിക്കും. ചാൻസ് ആൻഡ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമുക്ക് എന്താണ് പറയുക, നാളെ രാവിലെ മഴ പെയ്യും എന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? ഡിപ്പെൻസ്. ഇപ്പം തന്നെ മഴ കുറഞ്ഞു, അപ്പോൾ നാളെ രാവിലെ മഴ പെയ്യും എന്നുള്ളത് എന്താണ് ചാൻസ്. അവിടെ ഒരു ചാൻസ് നമുക്ക് പറയാൻ പറ്റുള്ളൂ, ചിലപ്പം പെയ്യുമായിരിക്കും അല്ലേ. ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എന്താണ് പറയുക, ടോസിങ് നടക്കുകയാണ്, ടോസിങ് അല്ലേ, ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ ടോസിങ്. ഫുട്ബോളിൽ ടോസിങ് ഉണ്ടോ അറിയില്ല, ക്രിക്കറ്റിൽ ടോസിങ്, ആർക്കാണ് ബാറ്റിംഗ് ആർക്കാണ് ബോളിംഗ് സെലക്ട് ചെയ്യാൻ വേണ്ടി ടോസിങ്. അപ്പോൾ നമുക്ക് ടോസ് ചെയ്യുമ്പോൾ ഹെഡ് തന്നെ വരുമെന്ന് പറയാൻ പറ്റുമോ? ഇറ്റ് ക്യാൻ ബി ഹെഡ്, ഇറ്റ് ക്യാൻ ബി ടെയിൽ, രണ്ടിനും ഈക്വൽ ചാൻസ് ആണ് അല്ലേ. അങ്ങനെയുള്ള സാധനമാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നാളെ മഴ പെയ്യുമോ, നാളെ ക്രിക്കറ്റ് കളിക്ക് ആർക്കാണ് ടോസ് കിട്ടുക. പിന്നെ അനദർ എക്സാമ്പിൾ ഈസ് ഡയസ് ത്രോ ചെയ്യില്ലേ നമ്മൾ, ഡയസ് സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കും. അപ്പോൾ അതിൽ 6 വരും, 1 വരും, 2 വരും, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ചുമ്മാ. പക്ഷേ എന്താണ് പറയുക, ഏത് നമ്പർ വരാനും ഈക്വൽ ചാൻസാണ്. കാരണം എന്താ, അതിൻ്റെ ഷേപ്പ് അങ്ങനെയല്ലേ. ഏതെങ്കിലും ഒരു ഷേപ്പിന് വലിപ്പക്കുറവോ കൂടുതലോ ഉണ്ടോ? ഇല്ല, എല്ലാത്തിനും ഈക്വൽ ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഡയസിൻ്റെ ഷേപ്പ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപകരണം ഉപയോഗിച്ചാൽ പറ്റും. ഡയസിൻ്റെ പ്രത്യേകത എന്താ, ക്യൂബാണ്. ഏത് ത്രോ ചെയ്ത് കഴിഞ്ഞാലും ഇന്നത് വരും, ഇന്നത് വരാനാണ് കൂടുതൽ ചാൻസ് എന്ന് പറയാൻ പറ്റില്ല. അതല്ലേ കളീൻ്റെ രസവും. അപ്പോൾ ഇതിനെയൊക്കെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഇൻസിഡൻസിലാണ് നമ്മൾ ചാൻസ് ആൻഡ് പ്രോബബിലിറ്റിനെ പറ്റി പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ചാൻസ് ആൻഡ് പ്രോബബിലിറ്റി. ഇനി അതിൽ അപ്പോൾ നിങ്ങൾക്ക് യു ക്യാൻ റൈറ്റ് എ ഹെഡ്ലൈൻ ചാൻസ് ആൻഡ് പ്രോബബിലിറ്റി. ഇനി അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റാൻഡം എക്സ്പെരിമെൻറ്റിനെ പറ്റിയിട്ടാണ്. സോ റൈറ്റ് എ സൈഡ് ഹെഡ്ലൈൻ റാൻഡം എക്സ്പെരിമെൻറ്റ്, RANDOM എക്സ്പെരിമെൻറ്റ്. റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് ലെക്ചറായിട്ട് പറയാനുള്ള കാര്യങ്ങളുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞ എക്സ്പെരിമെൻറ്റ്സ് തന്നെ, ത്രോയിങ് എ കോയിൻ, ദാറ്റ് ഇസ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. വൈ? ഈ ത്രോയിങ് എ കോയിനിൽ ഹെഡ് കിട്ടാനും ടെയിൽ കിട്ടാനും ചാൻസാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചാൻസ് ഒക്കെ പറയുന്ന കേസസിനെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റിയിൽ. ഓക്കെ, അനദർ തിങ് ഈസ് ദാറ്റ് ത്രോയിങ് എ ഡയസ്, ദാറ്റ് ഈസ് അനദർ റാൻഡം എക്സ്പെരിമെൻറ്റ്. അത് നമുക്ക് ഒരു കൃത്യമായിട്ട് 1 കിട്ടും 2 കിട്ടും, എല്ലാത്തിനും ഈക്വൽ പ്രോബബിലിറ്റിയാണ്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് റാൻഡം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ തൊട്ട് താഴെയായിട്ട് എക്സാമ്പിൾ ത്രോയിങ് എ കോയിൻ എന്ന് കൊടുക്കാം. പിന്നെ വരുന്നതാണ് ഔട്ട്കംസ്. നെക്സ്റ്റ് സൈഡ് ഹെഡ്ലൈൻ ഈസ് ഔട്ട്കംസ്, അണ്ടർലൈൻ. ഔട്ട്കംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ എന്താണ് പറയുക, ഡയസ് ത്രോ ചെയ്യുന്നു. ഡയസ് ത്രോ ചെയ്യുക എന്ന് പറയുമ്പം 1 കിട്ടുന്നത് ഒരു ഔട്ട്കമാണ്, 2 കിട്ടുന്നൊരു ഔട്ട്കമാണ്, 3 കിട്ടുന്നൊരു ഔട്ട്കമാണ്, 4ഉം 5ഉം 6ഉം കിട്ടുന്നതൊക്കെ ഡിഫറെൻറ്റ് ഔട്ട്കംസ് ആണ്. ഇനി അതെല്ലാം കോയിൻ ടോസ് ചെയ്യുന്നു, ഹെഡ് കിട്ടുന്നു, ദാറ്റ് ഇസ് ആൻ ഔട്ട്കം, ടെയിൽ കിട്ടുന്നു, ദാറ്റ് ഇസ് അനദർ ഔട്ട്കം. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള റാൻഡം എക്സ്പെരിമെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ് റാൻഡം എക്സ്പെരിമെൻറ്റ്?
ത്രോയിങ് കോയിൻ അല്ലെങ്കിൽ ടോസിങ് കോയിൻ, ത്രോയിങ് ഡൈസ്, ഇതൊക്കെയാണ് റാൻഡം എക്സ്പെരിമെൻറ്റ്. അതിൽ കിട്ടുന്ന ഓരോ ഔട്ട്കം ഉണ്ടല്ലോ, ഹെഡ്, ടെയിൽ അല്ലെങ്കിൽ 1 2 3 4 5 6 ഇതിലേതെങ്കിലുമൊക്കെ കിട്ടുക. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഔട്ട്കംസ്. അപ്പോൾ ഔട്ട്കംസിന് യു ക്യാൻ ഗീവ് എൻ എക്സാമ്പിൾ. വി ആർ നോട്ട് ഗോയിങ് ടു റൈറ്റ് ഇൻ ഡെഫിനിഷൻ. ഔട്ട്കംസിൻ്റെ ഒരു എക്സാമ്പിളാണ് എന്താണ്, വൈൽ ടോസിങ് കോയിൻ, എന്താണ്, ഗെറ്റിംഗ് ഹെഡ് ഈസ് എൻ ഔട്ട്കം, അല്ലെങ്കിൽ ഗെറ്റിംഗ് ടെയിൽ ഈസ് എൻ ഔട്ട്കം. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ വൈൽ ത്രോയിങ് ഡയസ്, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1, അല്ലെങ്കിൽ ഗെറ്റിംഗ് 1 ഈസ് എൻ ഔട്ട്കം, അല്ലെങ്കിൽ ഗെറ്റിംഗ് 2 ഈസ് എൻ ഔട്ട്കം, ഗെറ്റിംഗ് 3 ഈസ് എൻ ഔട്ട്കം. അങ്ങനെ ഓരോന്നും കിട്ടുന്നതും ഓരോ ഔട്ട്കമുകളാണ്. ഔട്ട്കം, ഹെഡ് കിട്ടുന്ന ഔട്ട്കം, ടെയിൽ കിട്ടുന്ന ഔട്ട്കം. അങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് ആ നോട്ടൊന്ന് ഡിസൈൻ ചെയ്യാം. അടുത്തതായിട്ട് വരുന്നതാണ് നെക്സ്റ്റ് സൈഡ് ലൈൻ, ഈക്വലി ലൈക്ലി ഔട്ട്കംസ്. അപ്പോൾ ഈക്വലി ലൈക്ലി ഔട്ട്കംസ് ടു അണ്ടർലൈൻ, സൈഡ് ലൈൻ, അണ്ടർലൈൻ. നിങ്ങളിപ്പം ഡൈസ് ത്രോ ചെയ്യുകയാണ്. ഡൈസ് ത്രോ ചെയ്യുമ്പം 1 കിട്ടും, 2 കിട്ടും, 3 കിട്ടും, 4 കിട്ടും, 5 കിട്ടും, 6 കിട്ടും. എനിക്ക് കൂടുതൽ ഇഷ്ടം 5 എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 5 കിട്ടണമെന്നുണ്ടോ? ഇല്ല. എനിക്ക് തീരെ ഇഷ്ടമല്ല 1 എന്ന് വെച്ചാൽ 1 കിട്ടാതിരിക്കണമെന്നുണ്ടോ? ഇല്ല. എല്ലാം കിട്ടാനുള്ള പ്രോബിലിറ്റി സെയിം ആണ്. അതിനെയാണ് പറയുന്നത് ഈക്വലി ലൈക്ലി ഔട്ട്കംസ്. ടോസിങ് കോയിൻ, ഹെഡ് കിട്ടാനും ടെയിൽ കിട്ടാനുള്ള പ്രോബിലിറ്റി അല്ലെങ്കിൽ സാധ്യത എന്ന് പറയുന്നത്, ഈ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സാധ്യത. അതാട്ടെ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് പ്രോബിലിറ്റി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്, സാധ്യത. അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ്, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ടെയിൽ ഒക്കെ സെയിം അല്ലേ? ക്യാൻ യു സേ ദാറ്റ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ടെയിൽ? അതായത് ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റിയാണ് കൂടുതൽ എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ വൈൽ ത്രോയിങ് എ ഡയസ്, ക്യാൻ യു സേ ദാറ്റ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 6 ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 എന്ന് പറയാൻ പറ്റുമോ? ഓൾ ദ ഔട്ട്കംസ് ഹാവ് ഈക്വൽ പ്രോബിലിറ്റി. അതിനെ തന്നെയാണ് ഈക്വലി ലൈക്ലി ഔട്ട്കംസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈക്വലി ലൈക്ലി ഔട്ട്കംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ നോട്ട് എഴുതാം, ഈച്ച് ഔട്ട്കം ഓഫ് എൻ എക്സ്പെരിമെൻറ്റ് ഒക്കേഴ്സ് വിത്ത് ഈക്വൽ പ്രോബിലിറ്റി. ഈച്ച് ഔട്ട്കം ഓഫ് എൻ എക്സ്പെരിമെൻറ്റ് ഒക്കേഴ്സ്, OCCURS, with equal probability. For example, while throwing a dice, probability of getting 1 and probability of getting 2 and probability of getting 3, probability of getting 4, probability of getting 5 and probability of getting 6 are same. അതാണ് ഈക്വലി ലൈക്ലി ഔട്ട്കംസ്. അല്ലെങ്കിൽ ഡൈസ് ത്രോ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ, ഇനി അടുത്തത്, ഇനി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നമ്മൾ പ്രോബബിലിറ്റിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യും. ഓക്കെ, വി വിൽ ഡിസ്കസ് സം 2 questions, that's enough. With that we will finish the chapter. ഓക്കെ, എന്തൊക്കെ പറഞ്ഞു? ചാൻസ് ആൻഡ് പ്രോബബിലിറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ത്രോയിങ് എ കോയിൻ, അത് റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ എക്സാമ്പിളാണ്. റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ എക്സാമ്പിളാണ് ത്രോയിങ് എ കോയിൻ, അല്ലെങ്കിൽ എന്താണ് പറയുക, ടോസിങ് ആൻഡ് ഡയസ്, അതൊക്കെ റാൻഡം എക്സ്പെരിമെൻറ്റ് എക്സാമ്പിളാണ്. ഔട്ട്കംസിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അല്ലെങ്കിൽ എക്സാമ്പിൾ എന്താണ്? വൈൽ ടോസിങ് എ കോയിൻ, ഗെറ്റിംഗ് ഹെഡ് ഓർ ഗെറ്റിംഗ് ടെയിൽ, ഈച്ച് വൺ ഈസ് ആൻ ഔട്ട്കം. ഈക്വലി ലൈക്ലി ഔട്ട്കംസിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അതിൻ്റെ നോട്ട് നിങ്ങൾ എഴുതി. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഫോർമുലയാണ്, പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ്. ഒരു ഫോർമുലയാണ്, ഈ ഒറ്റ ഫോർമുല ഈ ചാപ്റ്ററിലുള്ളൂ. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ്. ഈ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് ഹെഡ് കിട്ടുന്നു, അതൊരു ഇവൻ്റാണ്. ടെയിൽ കിട്ടുന്നു, അതൊരു ഇവൻ്റാണ്. അല്ലെങ്കിൽ ഡൈസ് ത്രോ ചെയ്യുമ്പോൾ 1 2 3 4 5 6 കിട്ടുന്നു, അതൊക്കെ ഓരോ ഇവൻറ്റുകളാണ്. ഓക്കെ, അതൊക്കെ ഓരോ ഔട്ട്കംസ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. അതിനെ തന്നെയാണ് ഇവൻ്റ് എന്ന് പറയുന്നത്. പ്രോബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ, പ്രോബിലിറ്റി ക്യാൻ ബി ഡിനോട്ടഡ് ആസ് P(E). ഇറ്റ് ക്യാൻ ബി റീഡ് ആസ് പ്രോബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ്. ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പേടിക്കരുത്. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൽ, അതായത് ഒരു കോയിൻ ടോസ് ചെയ്യുമോ അല്ലെങ്കിൽ ഒരു ഡൈസ് ത്രോ ചെയ്യുമ്പോൾ ഓരോന്ന് കിട്ടുന്നത് ഓരോ ഇവൻറ്റുകളാണ്. ഓക്കെ, പ്രോബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് NUMBR എന്ന് തന്നെ നിങ്ങൾ എഴുതണം. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഇത് എഴുതി വെക്കുക. ഇതെന്താണെന്ന് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യും. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് നിങ്ങൾ കണ്ട് പേടിക്കരുത്. ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോർമുല ഇൻ മാത്തമാറ്റിക്സ്. ദിസ് ഈസ് ദ മോസ്റ്റ് സിംപ്ലസ്റ്റ് ഫോർമുല ഇൻ മാത്തമാറ്റിക്സ്. ഡോണ്ട് ഗെറ്റ് പാനിക്. പ്രോബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ് എന്താണ്? ഇങ്ങനെ ഓരോന്ന് കിട്ടില്ലേ? ഇപ്പം ഡൈസ് പറയുമ്പോൾ 1 2 3 ഒക്കെ കിട്ടില്ലേ? അതിനെയാണ് ഇവൻ്റ് എന്ന് പറയുന്നത്. പ്രോബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ്. ഫേവറബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കംസ്, അതാണ് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ്. ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ ആ എക്സ്പെരിമെൻറ്റിൽ മൊത്തം എത്ര ഔട്ട്കം ഉണ്ട്. ഇതാണ് ഫോർമുല. ഇങ്ങനെയാണ് പ്രോബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ് കാണുക. പ്രോബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. എനിക്ക് തോന്നുന്നു പല കുട്ടികളും ഫോർമുല കണ്ട് പേടിച്ചിരിക്കുമായിരിക്കും. പക്ഷേ സിമ്പിളാണ്. ഞാൻ പറഞ്ഞുതരാം. ഫോർമുല മാത്രമാണ്
ഈ ചാപ്റ്ററിൽ കുറച്ച് ഹെവി സാധനം. ബാക്കിയെല്ലാം ഈ ഫോർമുല നിങ്ങൾ ബൈഹാർട്ട് ചെയ്തേ പറ്റുള്ളൂ. ബാക്കിയെല്ലാം സിമ്പിളാണ്. നോക്കാം. എ ബാഗ് ഹാസ് 4 റെഡ് ബോൾസ് 2 യെല്ലോ ബോൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബാഗിൽ 4 റെഡ് ബോളും 2 യെല്ലോ ബോളും ഉണ്ട്. ഐഡൻറ്റിക്കൽ എന്ന് പറയാൻ കാരണം ഐഡൻറ്റിക്കൽ ഇൻ ഇറ്റ്സ് ഷേപ്പ് ആൻഡ് സൈസ്. കളേഴ്സ് ആർ ഡിഫറെൻറ്റ്. പക്ഷേ 4 റെഡ് ബോളും 2 യെല്ലോ ബോളും ഒരേ വലിപ്പത്തിലുള്ള, ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ചെറിയ വലിയ ടോയ്സ് ഫാൻസിയിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ കവറുകളിൽ കുറേ കുഞ്ഞി പല കളറിലുള്ള ബോളുകൾ, അതിന് ഒരേ വലിപ്പമായിരിക്കും. കളേഴ്സ് ക്യാൻ ബി ഡിഫറെൻറ്റ്, അത്രേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ് ഐഡൻറ്റിക്കൽ എന്ന് പറയാൻ കാരണം എന്ന് പറയാം. എ ബോൾ ഈസ് ഡ്രോൺ വിത്തൗട്ട് ലുക്കിംഗ് ഇൻ ടു ഇറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ബോൾ അതിൽ നിന്ന് കണ്ണടച്ചെടുക്കുകയാണ് എങ്കിൽ മാത്രമല്ലേ നമുക്കവിടെ സാധ്യത പറയാൻ പറ്റുള്ളൂ. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ രീതി. അതിന് വേണ്ടിയിട്ടാണ് ഐഡൻറ്റിക്കൽ എന്ന് പറഞ്ഞേക്കുന്നത്. അതായത് ഒരു ബാഗിൽ നിങ്ങൾ 4 റെഡ് ബോളും 2 യെല്ലോ ബോളും അല്ലെങ്കിൽ കുറച്ച് ബോളുകൾ ഡിഫറെൻറ്റ് കളേഴ്സുള്ള കുറച്ച് ബോളുകൾ ഇട്ടു. നിങ്ങൾ വിചാരിക്കുക റെഡ് ബോൾ കുഞ്ഞിതും യെല്ലോ ബോൾ വലുതുമാണെങ്കിൽ ഒരാളോട് കണ്ണടച്ച് അതിൽ നിന്ന് കൈയിട്ട് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവന് വലിപ്പം നോക്കി ചെറുത് വലുതെന്ന് തരംതിരിച്ച് അവൻ എടുത്തുകൂടെ? പക്ഷെ അങ്ങനെ പോലും സംഭവിക്കരുത്. കാരണം എപ്പോഴും പ്രോബബിലിറ്റിയിൽ ഒരേ ഈക്വലി ലൈക്ലി ഔട്ട്കംസ് ആയിരിക്കണം. അതായത് ഇപ്പം നമ്മൾ ഒരു എന്താണ് പറയുക, ഡയസ് ത്രോ ചെയ്യുമ്പോൾ 1ഉം 2ഉം 3ഉം 4ഉം 5ഉം 6ഉം കിട്ടാനുള്ള പ്രോബബിലിറ്റി സെയിം ആവുന്ന പോലെ ബോളിന് ഒരേ വലിപ്പമാണെങ്കിലല്ലേ നമുക്കവിടെ ഒരു സാധ്യത പറയാൻ പറ്റില്ലല്ലോ. ഏതും എടുക്കാം. ഒരുത്തനോട് കണ്ണടച്ചിട്ട് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഏതാണെന്ന് തരംതിരിച്ചെടുക്കാതിരിക്കണമെങ്കിൽ അതിന് ഒരേ വലിപ്പമായിരിക്കണം. അപ്പോൾ അവന് കൺഫ്യൂസാണ്. കണ്ണടച്ചെടുത്ത് കഴിഞ്ഞാൽ കളർ കാണില്ലല്ലോ. ഒരേ വലിപ്പമായതുകൊണ്ട് അവൻ ഏത് എടുക്കുന്നതെന്ന് അവൻ അറിയില്ല. അങ്ങനൊരു സാധ്യതയുടെ കാര്യം വരാനാണ് ഐഡൻറ്റിക്കൽ എന്ന് കൊടുത്തേക്കുന്നത്. ഒരേ വലിപ്പമായിരിക്കണം. കാരണം പല വലിപ്പമാണെങ്കിൽ അവിടെ പ്രോബബിലിറ്റി ഇല്ല. പിന്നെ ഡിഫറെൻറ്റ് സൈസൊക്കെ ആകുമ്പോൾ പ്രോബബിലിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഒരേ സൈസ് എന്ന് പറഞ്ഞത്. എ ബോൾ ഈസ് ഡ്രോൺ വിത്തൗട്ട് ലുക്കിംഗ് ഇൻ ടു ഇറ്റ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, എക്സാമ്പിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വൃത്തിയായിട്ട് ഈ ക്വസ്റ്റ്യൻ എടുത്തെഴുതുക നിങ്ങളുടെ നോട്ട് ബുക്കിലോട്ട്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് റെഡ് ബോളാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് റെഡ് ബോൾ. ഇതിനെയാണ് നമ്മൾ പി ഓഫ് റെഡ് ബോൾ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് റെഡ് ബോൾ. ഇവിടെ പി ഓഫ് ഈ പ്രോബബിലിറ്റി ഓഫ് ഇവൻ്റ് എന്ന് വായിക്കുന്ന പോലെ പ്രോബബിലിറ്റി ഓഫ് റെഡ് ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആദ്യം ഫോർമുല എഴുതുക. എന്താണ് ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്നല്ലേ നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുല. എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? പ്രോബബിലിറ്റി ഓഫ് റെഡ് ബോൾ. റെഡ് ബോളിൻ്റെ സാധ്യതയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. പ്രോബബിലിറ്റി ഓഫ് റെഡ് ബോൾ എന്ന് വെച്ചാൽ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് റെഡ് ബോൾ എന്ന് വെച്ചാൽ റെഡ് ബോൾ എടുക്കാനുള്ള സാധ്യത. അതായത് ഒരുത്തനോട് ഈ ബാഗിൽ നിന്ന് കണ്ണടച്ചെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനത് റെഡ് ബോൾ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയുണ്ട്, യെല്ലോ ബോൾ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയുണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് റെഡ് ബോൾ കണ്ടുപിടിക്കാൻ പോവാണ്. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പ്രോബബിലിറ്റി ഓഫ് റെഡ് ബോൾ അല്ലേ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളത് റെഡ് ബോളാണ്. റെഡ് ബോൾ എത്ര എണ്ണം ഉണ്ട് അതാണ് ന്യൂമറേറ്ററിൽ എഴുതുന്നത്. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ്, ഏതിൻ്റെ പ്രോബബിലിറ്റിയാണോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ എണ്ണമാണ് മുകളിൽ എഴുതേണ്ടത്. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എത്ര എണ്ണം ഉണ്ട്? എത്ര റെഡ് ബോൾ ഉണ്ട്? 4. ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് വെച്ചാൽ യു ഹാവ് ടു റൈറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ടോട്ടൽ എത്ര ബോൾ ഉണ്ട് അത് എത്രയാണ്? 6. 4/6 ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ 2/3. ഇനി പ്രോബബിലിറ്റി ഓഫ് യെല്ലോ ബോൾ ആണെങ്കിലോ, again write the formula number of favorable outcomes divided by total number of outcomes. In the numerator you are supposed to write the number of yellow balls. What is that? Yellow ball എത്ര ഉണ്ട്? 2 യെല്ലോ ബോൾ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ എത്രയാണ്? 6. 2/6 again 1/3. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രോബബിലിറ്റി ഓഫ് റെഡ് ആണോ പ്രോബബിലിറ്റി ഓഫ് യെല്ലോ ആണോ കൂടുതൽ? പ്രോബബിലിറ്റി ഓഫ് റെഡ് അല്ലേ കൂടുതൽ, ബിക്കോസ് 2/3 ഈസ് ഗ്രേറ്റർ ദാൻ 1/3. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം റെഡ് ബോളുകളല്ലേ കൂടുതൽ. അപ്പോൾ റെഡ് ബോൾ എടുക്കാനുള്ള ചാൻസ് അല്ലേ കൂടുതൽ. കാരണം 4 റെഡ് ബോൾ ഉണ്ട്. അതെന്തായാലും ഇപ്പോൾ കണ്ണടച്ചെടുത്താലും റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യതയാണല്ലോ കൂടുതൽ. അതുകൊണ്ടാണ് പ്രോബബിലിറ്റി ഓഫ് റെഡ് ബോൾ കൂടുതലായത്. ഓക്കെ, അപ്പം വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു കമ്പയർ ദ പ്രോബബിലിറ്റി എന്നോ മറ്റോ ഉണ്ട്, അല്ലെങ്കിൽ ഏതിൻ്റെ പ്രോബബിലിറ്റിയാണ് കൂടുതൽ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ആയിട്ട് എഴുതാം പ്രോബബിലിറ്റി ഓഫ് റെഡ് ബോൾ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ദ പ്രോബബിലിറ്റി ഓഫ് യെല്ലോ ബോൾ എന്ന് എഴുതാം. അണ്ടർസ്റ്റുഡോ? ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ബുക്കിലുണ്ട്, വൃത്തിയായിട്ട് നോക്കി എഴുതുക. അതിനുശേഷം മറ്റൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞിട്ട് നമ്മൾ ഈ ചാപ്റ്റർ നിർത്തുകയാണ്. ദാറ്റ് ഈസ് മോർ ദാൻ എനഫ്. ഓക്കെ, പ്രോബബിലിറ്റി ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി 8ലും 9ലും 10ലൊക്കെ പഠിക്കും. അടുത്ത എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, യു റൈറ്റ് എ ക്വസ്റ്റ്യൻ. ഇങ്ങനെ ചെയ്ത ക്വസ്റ്റ്യൻ.
in a box there are 20 slips with equal size. In a box there are 20 slips numbered from 1 to 20 with equal size. അങ്ങനെ എഴുതിക്കോളൂ. In a box there are 20 slips numbered from 1 to 20 with equal size. Ramesh is going to pick one slip from the box without looking into it. In a box there are 20 slips numbered from 1 to 20 with equal size. എന്താണ് ഈക്വൽ സൈസ് എന്ന് പറയുന്നത്? ഈക്വൽ സൈസ് ആണെങ്കിലല്ലേ എന്താണ് പറയുക, എടുക്കുമ്പം ഒരേ പ്രോബിലിറ്റിയിൽ എല്ലാത്തിനും ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ട് രമേഷ് ഈസ് ഗോയിങ് ടു സെലക്ട് വൺ സ്ലിപ്പ് ഫ്രം ദ ബോക്സ് വിത്തൗട്ട് ലുക്കിംഗ് ഇൻ ടു ഇറ്റ് കാണാതെ എടുക്കാൻ പോവാണ്, കണ്ണടച്ച്. ഓക്കെ, what is the probability that he select? First sub question, a multiple of 2. Second sub question, factors of 12. നിങ്ങളുടെ നിങ്ങളുടെ മാത്സിൻ്റെ നോളജ് മെഷർ ചെയ്യുന്ന ക്വസ്റ്റ്യനാണിത്. പ്രൈം നമ്പർ, ഇനി എ നമ്പർ ലെസ് ദാൻ 10. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, എ നമ്പർ ഗ്രേറ്റർ ദാൻ 20. നമുക്ക് നോക്കാം. ഒരു ബോക്സിൽ 1 മുതൽ 20 വരെയുള്ള നമ്പറുള്ള സ്ലിപ്പുകൾ ഇട്ടു അല്ലേ, അതായത് 1, 2, 3, 4, 5 ഇങ്ങനെ നമ്പറുകൾ എഴുതിയ സ്ലിപ്പ് ഇട്ടു. അതിൽ ഒരെണ്ണം എടുക്കുവാണെങ്കിൽ കാണാതെ. ഓക്കെ, അത് മൾട്ടിപ്പിൾ ഓഫ് 2 ആകാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? വളരെ സിമ്പിളാണ്. ഇതിൽ അതായത് പ്രോബിലിറ്റിൻ്റെ ഫോർമുല എന്താ? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. അപ്പോൾ നിങ്ങൾ എഴുതുക ആൻസറിൽ പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് മൾട്ടിപ്പിൾ ഓഫ് 2. ആൻസറായിട്ട് എഴുതണേ പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് മൾട്ടിപ്പിൾ ഓഫ് 2 ഈസ് ഈക്വൽ ടു ഈ ഫോർമുല എഴുതുക. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഫോർമുല എഴുതുക. എന്നിട്ട് എന്താണ്, മൾട്ടിപ്പിൾ ഓഫ് 2 അല്ലേ വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിൽ മൾട്ടിപ്പിൾ ഓഫ് 2 എത്ര ഉണ്ടെന്ന് നോക്കുക. ഈ ലിസ്റ്റിൽ എത്ര ഉണ്ട്? ഇതാ, ഇത് മൾട്ടിപ്പിൾ ഓഫ് 2 ആണ്, ഇത് മൾട്ടിപ്പിൾ ഓഫ് 2 ആണ്, ഇതൊക്കെ മൾട്ടിപ്പിൾ ഓഫ് 2 ആണ്. അത് എത്ര ഉണ്ട്? അത് കണ്ടാൽ തന്നെ അറിയാമല്ലേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ പ്രോബിലിറ്റി ഞാൻ ആൻസർ ഇതിൻ്റെ ഡയറക്റ്റ് എഴുതുവാണ്, നിങ്ങൾ അങ്ങനെ എഴുതരുത്. എന്താണ് പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് മൾട്ടിപ്പിൾ ഓഫ് 2 ഈസ് ഈക്വൽ ടു റൈറ്റ് ദ ഫോർമുല നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. അപ്പോൾ മുകളിൽ എന്ത് എഴുതണം? എത്ര എണ്ണം ഉണ്ട്? മൾട്ടിപ്പിൾ ഓഫ് 2 എത്ര എണ്ണം ഉണ്ട്? ഇതിൽ 10 ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 20 എണ്ണം. അത്രേ ഉള്ളൂ. 10/20 ക്യാൻ ബി ക്യാൻസൽഡ് ബൈ 10, 1/2 പ്രോബിലിറ്റി കിട്ടും. ഇനി ഫാക്ടേഴ്സ് ഓഫ് 12 എന്ന് പറഞ്ഞാൽ എന്താ? ഫാക്ടേഴ്സ് ഓഫ് 12 ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാം. 1 ഈസ് എ ഫാക്ടർ ഓഫ് 12 അല്ലേ, പിന്നെയോ 2 ഈസ് എ ഫാക്ടർ ഓഫ് 12, 3 ഈസ് എ ഫാക്ടർ ഓഫ് 12, പിന്നെ ഏതാണ് 6 ഈസ് എ ഫാക്ടർ ഓഫ് 12, പിന്നെ 12 ഈസ് എ ഫാക്ടർ ഓഫ് 12. അത് എത്ര ഉണ്ട്? 1, 2, 3, 4, 5. അപ്പം 5 ടോട്ടൽ നമ്പർ 20. ടോട്ടൽ എത്ര ഉണ്ട്? 20. അതിൽ നിന്നല്ലേ ഈ ഫാക്ടേഴ്സ് ഓഫ് 12 സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ 5/20 ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ 5, 1/4. ആർ യു ഫോളോയിങ് മീ? അടുത്ത് പ്രൈം നമ്പേഴ്സ്. അവിടെയും ഇതിലേതെങ്കിലും ഒന്നിൽ ഫോർമുല എഴുതിയാൽ മതി കേട്ടോ, ബാക്കിയൊക്കെ ഡയറക്റ്റ് ആൻസർ ചെയ്താൽ മതി. പ്രൈം നമ്പേഴ്സ് എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ആണ്. അപ്പോൾ മുകളിൽ പ്രൈം നമ്പേഴ്സിൻ്റെ എണ്ണം, ഡിനോമിനേറ്ററിൽ ടോട്ടൽ നമ്പർ, അത് 20 മാറില്ല ഒരിക്കലും. ഇതിൽ പ്രൈം നമ്പേഴ്സ് ഏതുണ്ട്, എത്ര ഉണ്ട് അത് എണ്ണി നോക്കുക നിങ്ങൾ. അത് എത്ര ഉണ്ട് അതിൻ്റെ എണ്ണമാണ് എഴുതേണ്ടത്. എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? ഫോർ എക്സാമ്പിൾ 1 ഈസ് നോട്ട് എ പ്രൈം, 1 ഈസ് നോട്ട് എ കോമ്പോസ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതിൽ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ് വരിക? 2 ഈസ് എ പ്രൈം നമ്പർ അല്ലേ, 3 ഈസ് എ പ്രൈം നമ്പർ, 5 ഈസ് എ പ്രൈം നമ്പർ, 7. അങ്ങനെ എല്ലാം മാർക്ക് ചെയ്തിട്ട് എണ്ണി നോക്കുക. ഡിവൈഡ് ബൈ 20. നമ്പർ ലെസ് ദാൻ 10 ഏതാ വരിക? അത് നമ്പർ ലെസ് ദാൻ 10 എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9. നമ്പർ ലെസ് ദാൻ 10 ആണ്. 10ന് താഴെയുള്ള നമ്പർ 10 കൂട്ടാൻ പാടില്ല. അപ്പോൾ എത്ര ഉണ്ട്? 9 എണ്ണോ അല്ലേ. ഡിവൈഡ് ബൈ ടോട്ടൽ 20. എപ്പോഴും ഡിവൈഡ് ബൈ ടോട്ടൽ എഴുതണം കേട്ടോ. എ നമ്പർ ഗ്രേറ്റർ ദാൻ 20. ഇതിൽ ഏതെങ്കിലും നമ്പർ ഗ്രേറ്റർ ദാൻ 20 ഉണ്ടോ? ഇല്ല. സോ പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് എ നമ്പർ ഗ്രേറ്റർ ദാൻ 20 ഈസ് 0. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ നോ? അപ്പം ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു ഐഡിയ മാത്രം മതി നിങ്ങൾക്ക് പ്രോബിലിറ്റിനെ പറ്റി പഠിക്കാൻ.
ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ സാധാരണഗതിയിൽ പറയാറുണ്ട്. പക്ഷേ അത് നിങ്ങൾ ഈ വർഷം ഈ ടെക്സ്റ്റ് ബുക്കിൽ ആ എക്സ്പെരിമെൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ കൂടുതൽ സമയമുള്ളപ്പോൾ ചുമ്മാ പറഞ്ഞു പോകാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മളത് ഇവിടെ പറയുന്നില്ല. കാരണം 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും വീണ്ടും വീണ്ടും പറയണം. അപ്പോൾ 9ാം ക്ലാസ്സിലാകുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രോബബിലിറ്റി ഒന്നും കൂടെ പഠിക്കും. പിന്നെ 10ാം ക്ലാസ്സിൽ വൺ ഓഫ് ദ ഈസിയസ്റ്റ് ചാപ്റ്റർ ഇസ് പ്രോബബിലിറ്റി. ഓക്കെ, അപ്പോൾ നമുക്കിനി പോകാനുള്ള ജേണിക്ക് പ്രോബബിലിറ്റിനെ പറ്റിയിട്ട് ഇത്ര ഐഡിയ മതി. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ചാപ്റ്റർ ഇത്രയും സിമ്പിൾ ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ വീഡിയോ എടുത്തത്. പക്ഷേ വീഡിയോ ആയിരുന്നാലും എനിക്ക് തോന്നുന്നു ഐ കുഡ് ക്രിയേറ്റ് എ റിയൽ ക്ലാസ് റൂം എക്സ്പീരിയൻസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. സോ പ്ലീസ് റൈറ്റ് നോട്ട് അക്കോർഡിംഗ് ടു ദിസ് വീഡിയോ. ഈ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ എല്ലാത്തിൻ്റെ നോട്ട് നിങ്ങളുടെ കയ്യിൽ വേണം. ഇത് ഒരാൾ നോട്ട് എഴുതിയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അത് നമ്മൾ നോട്ട് അപ്ലോഡ് ചെയ്യുന്ന കുട്ടി അപ്ലോഡ് ചെയ്തോട്ടെ. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ ബാക്കിയുള്ളവർ വെയിറ്റ് ചെയ്തത് വീഡിയോ കണ്ടിട്ട് സ്വന്തമായി നോട്ട് എഴുതണം. അല്ലാണ്ട് ആ കുട്ടി അതെന്തായാലും നോട്ട് അപ്ലോഡ് ചെയ്യണം. പക്ഷേ ആ കുട്ടിയുടെ നോട്ടിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാതെ, കാരണം അതിനൊരു അർത്ഥമില്ലല്ലോ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നോട്ട് എഴുതിക്കോളൂ. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നോട്ട് എഴുതുക. അതുപോലെ തന്നെ ഹോംവർക്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുമ്പോൾ അത് കൃത്യമായിട്ട് ഹോംവർക്കുകളൊക്കെ ചെയ്യുക. ഇവിടെ പ്രോബബിലിറ്റിയിൽ ഈ പറഞ്ഞ ഞാൻ ലീവ് ചെയ്തിരിക്കുന്ന 1-2 മാത്രം ഹോംവർക്ക് ചെയ്യാനുള്ളൂ. വേറെ ഞാൻ ചാൻസ് ആൻഡ് പ്രോബബിലിറ്റിയിൽ വേറെ ഹോംവർക്കൊന്നും തരുന്നില്ല. പക്ഷേ ഡബിൾ ബാർ ഗ്രാഫിൽ ഹോംവർക്ക് ഉണ്ട് ചെയ്യുക. പൈ ചാർട്ടിന് ഹോംവർക്ക് ഉണ്ട്, അത് അസൈൻ ചെയ്യുന്ന പോലെ ചെയ്യാം. ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം എൻ്റെ അടുത്ത ക്ലാസ്സിൽ നിങ്ങളിരിക്കാൻ. ഞാൻ നിങ്ങളുടെ നോട്ട് ചെയ്യിക്കും. അപ്പം ദിസ് ചാപ്റ്റർ ഈസ് ഓവർ ആൻഡ് നെക്സ്റ്റ് ക്ലാസ് വി വിൽ സ്റ്റാർട്ട് ദ നെക്സ്റ്റ് ചാപ്റ്റർ. ഐ തിങ്ക് ഈ ലാസ്റ്റത്തെ 3-4 ദിവസം നമുക്ക് ലീവ് ആയിരുന്നാലും ഈ ഒരു വീഡിയോയിലോടുകൂടി ഈ ചാപ്റ്റർ തീർക്കാൻ പറ്റിയത് എനിക്കൊന്നും നമുക്ക് അനുഗ്രഹമായി. കാരണം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരുപക്ഷെ ക്ലാസ് ഉണ്ടായിരുന്നാലും നമ്മൾ ഇത്രയൊക്കെ തന്നെ തീർക്കാൻ പറ്റുള്ളൂ. കാരണം കുറച്ച് സമയം കിട്ടുള്ളൂ. പക്ഷേ അത് വീഡിയോ ആയതുകൊണ്ട് കുറേ കണ്ടന്റ് അങ്ങ് പോകാൻ പറ്റി. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഈ ലീവ് ഈ വീഡിയോ നിങ്ങൾ കണ്ട് കറക്റ്റായിട്ട് പഠിച്ച് നോട്ട് എഴുതുവാണെങ്കിൽ ഈ ലീവ് നമ്മളെ ബാധിച്ചിട്ടില്ല എന്ന് നമ്മൾ കരുതും. കാരണം വി കുഡ് ഫിനിഷ് ദ ചാപ്റ്റർ എനിവേ. ഓക്കെ, സോ മൺഡേ ഓൺവേർഡ്സ് ഇഫ് പോസിബിൾ ഇഫ് യു ഗെറ്റ് എ ചാൻസ് ടു കണ്ടിന്യൂ ദിസ് ഓഫ്ലൈൻ ക്ലാസ്സസ്, ക്ലൈമറ്റൊക്കെ ഫേവറബിൾ ആണെങ്കിൽ വി വിൽ സ്റ്റാർട്ട് ദ നെക്സ്റ്റ് ചാപ്റ്റർ. ഇനി അതല്ല ഓൺലൈനാണ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നെങ്കിൽ ഐ വിൽ ബി അപ്ലോഡിങ് വീഡിയോസ് ലൈക്ക് ദിസ് ആൻഡ് ഇൻ ദ ലൈവ് സെഷൻ വി വിൽ ജസ്റ്റ് പോളിഷ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.